നമസ്കാരം. അത് കലക്കിയിട്ട് കലക്കി ഇവിടെ നിനക്കൊന്നും മറ്റേ വന്ദേ മാതരം ചെല്ലാൻ പറ്റില്ലല്ലേ? എന്നാ പോടാ, പാകിസ്ഥാനിലേക്ക് പോടാ ഗടി. ജയരാജുവാരല്ല പറഞ്ഞേട്ടോ. ഒരു സ്കൂളിൻ്റെ ഉടമയാണത് പറഞ്ഞത്. വിദ്യാസമ്പന്നൻ തന്നെയാണ്. അവരെ കൊണ്ടും അത് പറയിപ്പിച്ചു എന്നർത്ഥം. നല്ല പിള്ളേരെ പറയാ, പാടാ പാകിസ്ഥാനിലേക്ക് പോടാ. പക്ഷെ ഇപ്പോൾ സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചു. വന്ദേ മാതരത്തെ അതേപോലെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, അപഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം. ആയതുകൊണ്ട് തന്നെ അതിനോട് പ്രത്യേക സ്നേഹവും താല്പര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ വന്ദേ മാതരം. ഇപ്പോൾ വന്ദേ മാതരം മുഴുവൻ പാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ വന്ദേ മാതരത്തിന് ആദ്യത്തെ 2-3 വരിയല്ല, പിന്നത്തെ വരി എനിക്കറിയില്ല. അതിന് പഠിക്കണം. ഇപ്പോൾ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതാണ് നരേന്ദ്രമോദിയുടെ ട്രിക്ക്. ഇപ്പം എല്ലാത്തിനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വിമർശിക്കണമെങ്കിലും പഠിപ്പ് വേണമല്ലോ. പഠിക്കടാ. ഇപ്പോൾ ചോദിക്കുന്നത് BJPക്കാർക്ക് അറിയില്ലടോ. പക്ഷെ അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? താനും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? തൃശ്ശൂർ മാളയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം. കുറേ വിദ്യാർത്ഥികൾ അതിൽ വന്നില്ല. ഇപ്പോൾ ഞാനേക്കും പഠിക്കുന്ന സമയത്ത് ഈ ആഗസ്റ്റ് 15 വരുമ്പോൾ നമ്മൾ പന്ത് കളിക്കാനും പോവുക. ഒരു ഒഴിവ് കിട്ടുന്നതല്ലേ. ചിലപ്പോൾ അവിടെ ഓടിപ്പോയിട്ട് മിഠായി വാങ്ങിച്ച് അവിടെ പന്ത് കളിക്കും. അതുകൊണ്ട് ഓഗസ്റ്റ് 15 പ്രത്യേക താല്പര്യം ഒന്നും അങ്ങനെ ഒരു വികാരമൊന്നും ആയിരുന്നില്ലല്ലോ. വാസൽ പിള്ളേരല്ലേ. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. സ്വാതന്ത്ര്യദിനം അതിന് വലിയ പ്രോഗ്രാംസും കാര്യങ്ങളും, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്നതിന് ശേഷം തൃശ്ശൂർ മാളയിൽ ഇതുപോലെ ഒരു സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം. കുറേ കുട്ടികളൊന്നും അവിടെ വന്നില്ല. അതിന് വരാത്തതിൻ്റെ കാരണം കുറേ പിള്ളേർ ഒരു അവധി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എവിടെയും പാടത്തോ പറമ്പിലോ കളിക്കാൻ പോയിട്ടുണ്ടായിരിക്കും, അതിൽ കുത്തി മറിയാൻ പോയിട്ടുണ്ട് വല്ല പുഴയിലൊക്കെ. ചിലവർ ഇത് പാടാൻ ഞങ്ങൾക്ക് കഴിയൂല, നമ്മുടെ വാപ്പ സമ്മതിക്കില്ല, അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട്. ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മാള ഇൻ്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസ് ആണ് ഈ വിവാദ സന്ദേശം എന്ന് പറയാൻ പറ്റില്ല, ഈ സന്ദേശം ഈ ഒരു സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കുവച്ചത്. സ്കൂളെന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസും നാച്ചുറൽ സയൻസും മാത്സും മാത്രം പഠിക്കാനുള്ളതല്ല. അതവരുടെ ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും ആന്തരികമായിട്ടും മോൾഡ് ചെയ്തെടുക്കാനുള്ള സ്ഥലമാണത്. പണ്ടൊക്കെ ഗുരുകുല സമ്പ്രദായത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് പാഠം 1 അമ്പും വില്ലും പഠിപ്പിക്കലും അതൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ചെല്ലും. ഇപ്പം ഞങ്ങളുടെ തന്നെ ആശ്രമത്തിൽ ഞാനിവിടെ 4-5 വർഷം അവിടെ ഉണ്ടായിരുന്നു. 6 വർഷം ഉണ്ടായിരുന്നു. ആദ്യത്തെ 6 മാസം ഒന്നും പറയുന്നില്ല ആദ്യത്തെ 6 മാസം. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അങ്ങനെ ഇവിടെയുള്ളതാണ്, നാഗപ്പൂരുള്ളതാണ്. അങ്ങേരുടെ ഒപ്പം 2 പേരാണ് വന്നത്. 2 പേരും ഡോക്ടർമാരാണ് അവർ. ഒരാൾ ആയുർവേദ ഡോക്ടറാണ്, അത് തിരുവനന്തപുരത്ത് പഠിച്ചതാണ്, അവർക്ക് മലയാളം അറിയാം. പിന്നെ അങ്ങനെ ഒപ്പമുള്ളത് MBBS ഡോക്ടറാണ്. ഇവരിത് പഠിക്കാൻ വന്നിരിക്കുകയാണ്. ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രഹ്മാജി നമുക്കൊരു പണി ചെയ്താലോ? അപ്പോൾ അവിടെ 10-12 പശുക്കളുണ്ട്, നമുക്ക് പശുവിനെ അങ്ങോട്ട് മേച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാലോ? നമ്മൾ നല്ല കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേര് പശുപാലകന്മാരായിട്ട് മാറി, ഗോപാലകന്മാരായിട്ട് അവിടെ മാറി. പക്ഷേ ഇതെല്ലാം അവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട്. ചില കുട്ടികൾ സംസ്കൃതം അറിയാവുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോയി. വേറെ കുറേ ആൾക്കാർ അടക്കളയിലെ കുശിരിക്കാരായിട്ട് മാറി. അങ്ങനെ ചിലർ ചെടി വെച്ച് വളർത്തുന്നതും ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ആൾക്കാർ ആരും പറഞ്ഞിട്ടല്ല. ആദ്യത്തെ 6-7 മാസം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വിളിച്ച് നമുക്ക് ക്ലാസ്സൊക്കെ ആരംഭിക്കണ്ടേ. അപ്പോൾ എല്ലാവരും തൽപരരായി വാസ്തവത്തിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടികളുടെ അവരുടെ അന്തർഭാവങ്ങൾ എന്താണെന്ന് അവിടുത്തെ ഗുരുക്കന്മാർ മനസ്സിലാക്കുകയാണ്. സംഗീതം അറിയാവുന്നവരുണ്ട്, ആളെ കൂട്ടുന്ന ലീഡർഷിപ്പ് ഉണ്ടല്ലോ അതറിയാവുന്നവരുണ്ട്, വഴക്കാളികളുണ്ട്, സേവകന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരെയും മനസ്സിലാക്കുകയാണ് അവിടെ. ഇതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും മാഷുമാർ പറയും ഇവൻ നല്ല കുട്ടിയാവും കേട്ടോ, അല്ലെങ്കിൽ ഇവൻ ഉയർന്നു പോകും. അപ്പോൾ അവിടെ വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്, വാലിഡേറ്ററി ഫംഗ്ഷനിൽ വിലയിരുത്തൽ നടക്കുന്നുണ്ട് അവിടെ. അപ്പം ആയതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ സർവ്വതോമുഖമായിട്ടുള്ള ആന്തരികവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നോക്കണം. അതുകൊണ്ട് ആഗസ്റ്റ് 15 എത്തിയേ തീരൂ. അടക്കം പഠിപ്പിക്കുകയാണ്.
അടക്കി വയ്ക്കുക എന്ന് പറയില്ലേ, അവനിലുള്ള വിപരീതാത്മകമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രവണതകളെയും അടക്കം വയ്ക്കുകയാണ് സ്കൂളിൽ മാഷുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തു വരുന്ന സമയത്ത് മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നു. എങ്ങനെയാണത്? പഠിപ്പും വിദ്യാഭ്യാസവും ഒരു കാടിനകത്താ കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ പുറത്തു വന്ന എന്തേ മലയാളം പറയുമോ? കുരയ്ക്കും നമ്മൾ. അല്ലെങ്കിൽ കുരങ്ങന്മാരെ പറ്റി കുരങ്ങന്മാരെ ഉള്ള ഭാഷകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആന്തരികവും ഭൗതികമായിട്ട് തലച്ചോറിനകത്ത് വലിയ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സകല കാര്യങ്ങൾക്ക് നമ്മൾ പങ്കെടുത്തേ മതിയാവൂ. പണ്ടൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അതങ്ങനെ എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മാള ഇൻ്റർനാഷണൽ സൈനിക സ്കൂളാണ്. സൈനിക സ്കൂൾ എന്ന് പറയും കുറച്ചും കൂടിയും അതിനകത്ത് ഒരു പിടിപ്പ് കൂടുതലുണ്ടായിരിക്കും. ആ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്താത്തവരെ ഇനി ക്ലാസ്സിൽ കയറ്റണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ വെച്ചിരിക്കുകയാണ്. ക്ലാസ്സിൽ കയറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ ഇപ്പം കയറ്റില്ല. പിന്നെ ചില നിബന്ധനകൾ. അവധി ദിനം സ്കൂളിൽ എത്താത്തവർ എന്തുകൊണ്ട് എത്തിയില്ല? നമ്മളൊക്കെ എഴുതില്ലേ, റെസ്പെക്റ്റഡ് സർ, ഐ ആം ഫീവർ ആൻഡ് കഫിൻ്റെ സ്പെല്ലിംഗ് എന്താ അറിയോ? CUFF. കഫ് ആൻഡ് സഫറിങ് ഇൻ മൈ ഹൗസ്. സോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. വീട്ടിൽ ആരുടെ അപ്പുറത്ത് ആൾക്കാർക്കൊന്നും നാട്ടിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമ്മളതിനെ വെച്ച് കഴിച്ചു അവിടെ പോയിട്ട് അവൻ്റെ ഈ മാഷുമാരൊക്കെ അത് കണ്ടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സ്കൂളിലെത്താൻ വിശദീകരണം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സ്കൂളിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം, ഡോക്ടർ രാജു ഡേവിസ്. അദ്ദേഹത്തിൻ്റെ സന്ദേശമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പല ഭാഗത്തു നിന്നും സ്കൂൾ ബസ്സുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പകുതി രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചില്ല. അത് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു വിവാദ സന്ദേശം എന്ന് പറയുന്ന സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കുവച്ചത്. പണം നഷ്ടമായതിൻ്റെയും കുട്ടികൾ കുറഞ്ഞു പോയതിൻ്റെയും ദേഷ്യത്തിലായിരുന്നു സ്കൂൾ ഉടമയുടെ സന്ദേശം. കാരണം എല്ലായിടത്തും അവരെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവിടെയും ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർക്ക് സീറ്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറുതെയായി മാറിയില്ലേ? ആ ദേഷ്യം ആർക്കായാലും ഉണ്ടാവാതിരിക്കുമോ? എല്ലാ റൂട്ടിലും ബസ് ഓടുന്നുണ്ട്. പകുതിയിലേറെ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടില്ല. അവരെ ക്ലാസ്സിൽ കയറ്റാൻ പറ്റില്ല. അവർ നേരിട്ട് ഒന്ന് വിശദീകരണം നടത്തിയേ മതിയാവും. ഇതൊരു മോശമായിട്ടുള്ള ഏർപ്പാടാണത്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നവർ വീട്ടിലിരിക്കുന്നത് മോശമാണ്. ഞാനിവിടെ അഭിമാനത്തോടുകൂടി പറയാം, എൻ്റെ ഈ ഗല്ലി അതിനകത്ത് ഒരു 3, 4, 5, 6, 7, 8 ആ ഒരു 10-12 വീടേ അതിനകത്തുള്ളൂ. ബാക്കി ഡെഡ് എൻഡാണ്. അതിലൊരു വീട്ടിൽ ആൾക്കാരില്ല, പണിതിട്ടിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഒരു വീട്ടിൽ പോളണ്ടിൽ നിന്നുള്ള സ്ത്രീയും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പുരുഷനും, അതുകൊണ്ട് ഈ പോളണ്ടിൽ നിന്നുള്ള പുരുഷനും ഓസ്ട്രേലിയ 2 പേര് അവിടെ താമസിക്കുന്നത്. അവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയില്ലല്ലോ, ഫ്രണ്ട്സ്, അവരവിടെ താമസിക്കുന്നത്. ഞാൻ എല്ലായിടത്തേക്കുമായിട്ട് കൊടി വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. 15 കൊടി വാങ്ങിച്ചു കൊണ്ടുവരികയാണ് എല്ലാവർക്കും കൊടുക്കാൻ. എല്ലാവരും സന്തോഷമായിട്ട് സ്വീകരിച്ചു. ആ ഒരു ഏരിയയിൽ മൊത്തം കൊടികൾ. അങ്ങനെ അവിടെ വന്നിട്ട് അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ധർമ്മരാജ് അദ്ദേഹം വന്നിട്ട് പറയാം, ഇപ്പോൾ ഞങ്ങളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തണമല്ലോ. അങ്ങനെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ അത് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അത്. നമുക്കൊരു ദിവസത്തിലേക്ക് കിട്ടുള്ളൂ. വേറൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ വന്ദേ മാതരം എന്ന് പറയാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടെന്ന് മനസ്സിലാക്കണം. വന്ദേ എന്ന് പറയുമ്പോഴേ വായിൽ കുന്തം കയറ്റും. എത്ര അടി കൊണ്ടിട്ടുണ്ട് വി ഡി സവർക്കറെ കൊണ്ട് മൂത്രം കുടിപ്പ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൃത്യമായിട്ടൊന്ന് തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാനും വിശദമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനും ഒന്ന് കൈ വീശി കുടയാനും പറ്റാത്ത സെല്ലുലാർ ജയിലിലല്ലേ കൊണ്ടിട്ടിരുന്നത്. നമ്മളത് പോയി കാണണം. സെല്ലുലാർ ജയിലിൽ പോയി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. ആ സെല്ലുലാർ ജയിലിനകത്ത് ഒന്ന് കയറിയിട്ട് മുൻഭാഗം മടയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അപ്പുറത്തെ ചുമര് മാത്രമാണ്. ആളുകളെ ഈ ലോകത്തിൽ മറ്റൊരാളെ പോലും കാണില്ല, ആകാശം കാണില്ല. ആലോചിച്ച് നോക്കണം. 1 മണിക്കൂർ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അവിടെയാണ് വർഷങ്ങളോളം അത് തങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യ സമരം ആയാലും വഴിക്ക് നടക്കട്ടെ എന്ന്. ഇവിടെ എത്ര ആൾക്കാർ പറഞ്ഞു, ഇനി സ്വാതന്ത്ര്യ സമരം. കോൺഗ്രസ്സുകാർ വീട്ടിൽ പട്ടതിരിപ്പാടിനെ, കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടിനെ, EMS എല്ലാവരും അവർ വീട്ടിൽ കയറ്റിയിരുന്നില്ല. നല്ലൊരു ഭരണം ബ്രിട്ടീഷുകാരുടെ അതിനുള്ള ഈ പിള്ളേരെ കോൺഗ്രസ് കളി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് കോൺഗ്രസ്സിൽ ചേരുക എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. നല്ലൊരു വീട്ടിലെ കുട്ടിയാണ്, നമ്പൂതിരി കുട്ടിയാണ്. പക്ഷെ എന്തായിപ്പോയി? പിഴച്ചുപോയി എന്നാ പറയുക. പിഴച്ചുപോയി എന്ന് പറയാം. കോൺഗ്രസ്സിൽ ചേർന്നാൽ പിഴച്ചുപോയി എന്ന് പറയാം. കാരണം അവൻ വിളിക്കണുണ്ടല്ലേ വന്ദേ മാതരം എന്ന്, വിളിക്കണുണ്ടല്ലേ വന്ദേ മാതരം. നല്ല അടിയുടെ കുറവാണ്. ഇതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പറയും, സായിപ്പന്മാരുടെ ഒരു ഭരണം തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പറയില്ലേ, സായിപ്പ് ഉണ്ടാക്കിയ
പാലം അതൊരു ഒന്നൊന്നര പാലം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ആ പഴയ കാര്യം നമ്മൾ അറിയണം. എല്ലാ സ്കൂളുകളിലും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളൊരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കണം. അല്ലാണ്ട് സ്വാതന്ത്ര്യ ദിനത്തിനവിടെ വന്ന് എല്ലാവർക്കും മിഠായി കൊടുത്തു, കൊടി ഉയർത്തി, എല്ലാവരും വന്ദേമാതരം മറ്റേ ജനഗണമനയോ വന്ദേമാതരം ചൊല്ലി പിരിഞ്ഞു പോകല്ല വേണ്ടത്. അന്നേ ദിവസം ഫുൾ ടൈം ക്ലാസ് വയ്ക്കണം. ആ ക്ലാസ് വെച്ച് ഇവിടെ നടന്ന സകലവിധമായ കാര്യങ്ങൾ, ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത്, മഹാത്മാഗാന്ധി അവസാനം വെടിയേറ്റ് മരിക്കുന്നത്, മറ്റേ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കഥകൾ എന്നിത്യാദിയല്ല, തിലകൻ്റെ കഥകൾ, അവർക്ക് ലഭിച്ച ഝാൻസി റാണിയുടെ കഥകൾ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തിൽ കൈ ഉയർത്തി വന്ദേമാതരം എന്ന് വിളിക്കാൻ അവകാശമില്ലാത്തൊരു ജനതയായിരുന്നു നമ്മൾ അടക്കം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. ആ ഒരു സ്ഥലത്താണ് നമ്മൾ കൊടി ഉയർത്തി പരസ്യമായിട്ട് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വന്ദേമാതരം നമ്മൾ ജപിക്കാനുള്ള അവസരം കിട്ടുന്നത്. ആ അവസരം കളയാൻ പാടുണ്ടോ? കളയും. അതിൻ്റെ മഹിമ അറിയാഞ്ഞിട്ടാണ്. ആരോ പറഞ്ഞു തന്തയും തള്ളയെ അറിയാത്തവരാണെന്ന്. അതിൻ്റെ വൈസ് ചാൻസലറോ മറ്റോ പറഞ്ഞുള്ളത് ശരിയാണത്. തള്ളയെ അറിയാത്തത്, മാതാവിനെ അറിയാത്തത്, ഭാരതത്തിൻ്റെ വിഷമം അറിയാത്തത്. നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും അപകടം പറ്റിയിട്ട്, വലിയ അപകടം പറ്റിയിരിക്കുകയാണ്, വല്ല ബസ് വന്ന് ഇടിച്ചു, ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തായിരിക്കും സ്ഥിതി? ഡോക്ടറെ 24 മണിക്കൂർ കഴിയണം കേട്ടോ, സമാധാനമായിരിക്കൂ, ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയില്ല. അങ്ങനെ അവർ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടിട്ട് ഇനി കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ പിടിയിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സന്തോഷം എന്താണ്? ഇതുപോലെയാണ് അപകടത്തിൽപ്പെട്ട് മുഗളന്മാർ വന്ന് വ്യഭിചരിച്ചില്ലേ ഈ ഭാരതമാതാവിനെ? കൊള്ളയടിച്ച് കൊണ്ടുപോയില്ലേ തെമ്മാടികൾ? ഇത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇവിടെ എന്തിനാണ് വന്നത്? അവരും കൊള്ളയടിക്കാനല്ലേ വന്നത്? കോഹിനൂർ രത്നമടക്കം കൊള്ളയടിച്ച് കൊണ്ടുപോയില്ലേ? വാരിപ്പിടിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോയില്ലേ? അപ്പോൾ ആ ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ മുറിവ് പറ്റി നെഞ്ചിൽ കൂടെ ചോര വരുന്ന, ആ ചവിട്ടി കീറി നെഞ്ചിലൂടെ ചോര വരുന്ന ഒരവസ്ഥ ഉള്ള ഈ ഭാരതമാതാവിന് അവസാനം അവളുടേതായിട്ടുള്ള ഭാരതമാതാവിൻ്റേതായിട്ടുള്ള അസ്തിത്വം, വ്യക്തിത്വം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അതാണ് സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്തത്. അതിനുവേണ്ടി എത്ര ആളുകളാണ് വെടിയേറ്റ് മരിച്ചത്? എത്ര ആൾക്കാണ് ജീവനോട് കുഴിച്ചു മൂടിയത്? എത്ര ആൾക്കാർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത്? 19 വയസ്സുള്ള കുട്ടികളെ തൂക്കിക്കൊന്നിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാൻ പറ്റും, കേരള സിംഹം, നമ്മുടെ പഴശ്ശിരാജ യുദ്ധം അതുപോലെ ഒരുപാട് ആളുകൾ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിലുള്ള മാറ്റം, അതിൻ്റെ വ്യത്യാസം സ്കൂൾ തലങ്ങളിൽ അന്നത്തെ ദിവസമെങ്കിലും കാലത്ത് ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികൾ വിളിച്ചിരുന്നത് പഠിപ്പിക്കണം. പറ്റുമെങ്കിൽ ഇപ്പോൾ സിനിമകൾ കാണിക്കാൻ പറ്റുമല്ലോ, അവിടെ സിനിമകൾ കാണിക്കണം. മൊബൈലൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ കാണിക്കാമല്ലോ. അത് കാണിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്കൊരു ഭാഗ്യമാണെന്ന്. ഒരു ദിവസമെങ്കിലും കുട്ടികളോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവരെത്ര സങ്കടം, അവർ ഓടിപ്പോകും. ഞാൻ കാശിയിലേക്ക് പോവുക, എനിക്കിനി വീട് വേണ്ടെന്ന് പറയും. അസ്വാതന്ത്ര്യം അങ്ങനെയാണ്. മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമാണ്. ആ ഒരു കാലഘട്ടം അറിയാത്തതുകൊണ്ട് അത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതായാലും ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വരാതിരിക്കുന്ന കൂട്ടത്തിൽ മടി കൊണ്ട് വരാതിരിക്കുന്നവരുണ്ട്, പാർട്ടി ബേസിൽ വരാതിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അവരാണല്ലോ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറിയത്. അവരാൾക്കാരും വരാതിരിക്കുന്നുണ്ട്. അവർ മൊത്തത്തിൽ ആ തീരുമാനമാണല്ലോ, വരില്ല തീരുമാനം. എന്താ മറ്റേ വന്ദേമാതരം പാടിയെന്നൊരു ചോദ്യമുണ്ട്. അതിനകത്ത് ഹിന്ദു എന്ന് വാക്കുണ്ട്. അതാണ് അവരുടെ പ്രശ്നം. ഈ ഹിന്ദുസ്ഥാനത്തിൽ ജീവിച്ചിട്ട് തവളയ്ക്ക് കിണറ്റിൽ ജീവിക്കണം, നനയാതെ പറ്റുമോ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അത് ചിലർ പറഞ്ഞു ഒത്തിരി കടത്തി പറയലല്ല. ഒരു ഘട്ടം വരുന്ന സമയത്ത്, ആന വരുന്ന സമയത്ത് നമ്മൾ ഒരു വല്ല പഴം കൊണ്ട് ചെന്നാൽ അവൻ ആ പഴം കൊണ്ട് നമ്മുടെ തലയിലടിക്കും. അവൻ മതിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന ആന എന്ത് ചെയ്യണം? നമ്മൾ പടകം പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ തുണിപ്പന്തം കത്തിച്ചിട്ടോ ഓടിക്കണം അവനെ. ഇവിടെ അതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഈ തീവ്രവാദികൾ, ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുട്ടിപ്പോയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വന്ദേ മാതരം ചൊല്ലാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ല.
എല്ലാ സ്വാതന്ത്ര്യം വേണം. എന്നാൽ രാജ്യത്തെ ബഹുമാനമില്ലാതെ കുട്ടികളെ വളർത്തുന്ന അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾ ധിക്കാരികളായിട്ട് തീരുന്നത് ഇത്തരം ചില പ്രവണതകളെ കൊണ്ടാണ്. നാളെ അവർ വലിയ തീവ്രവാദികളായിട്ട് മാറും. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള കൂരമ്പുകൾ, അതായത് ആഗ്നേയാസ്ത്രത്തിന് വാരുണാസ്ത്രം അത്യന്താപേക്ഷിതമാണ്. അഗ്നി കൊണ്ടുള്ള അസ്ത്രം വരുമ്പോൾ ജലം കൊണ്ടുള്ള അസ്ത്രം തൊട്ടേ മതിയാവും. ഞാൻ വലിയൊരു സാധാരണ ഒരാൾ പറയാം, പാകിസ്ഥാനിലേക്ക് പോടാന്ന് പറഞ്ഞാൽ നീ ഓടാ എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഇതൊരു സ്കൂളിൻ്റെ ഉടമയാണ്, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഡോക്ടർ രാജു ഡേവിസ്. അദ്ദേഹമാണ് പറഞ്ഞത് നിനക്കൊന്നിത് പാടാൻ പറ്റിയില്ല, പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞത്. അത് ഇത്തിരി കനമുള്ള വാക്ക് തന്നെയാണ്. അങ്ങനെ 10 പേര് പറഞ്ഞാൽ ഇവന്മാരുടെ ഇപ്പം ഈ മുളച്ച കൊമ്പുണ്ടല്ലോ, 22 സീറ്റ് കിട്ടിയപ്പോൾ മുളച്ച കൊമ്പുണ്ടല്ലോ, ഇപ്പം എല്ലാവരും പിടിച്ച് ജയിലിലിടാനുള്ള പരിപാടിയാണ്, എല്ലാവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഹിന്ദുക്കളെ കേസ് കൊടുത്ത് ഭയപ്പെടരുത്. അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും? ആരോ പറഞ്ഞ പോലെ ഞങ്ങൾക്കിപ്പോൾ ജയിലിൽ പോയാലും ഇവിടെയാലും ഒരാൾ ജയിലിൽ പോയാൽ അവൻ്റെ കഞ്ഞിയുടെ പൈസ, അവൻ്റെ ചോറിൻ്റെ പൈസ കുറച്ചുകൂടെ മാറ്റി വയ്ക്കാനും ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്ക്. ഇന്നിപ്പോൾ നിങ്ങൾ പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ മുഴുവൻ അവിടെ പിടിച്ചു കെട്ടിയിടുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ, ഇതേ ഒരു ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞേ ഉള്ളൂ, സുനാമി പോലെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളും നാല് രംഗത്ത് വരും. ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്, ആ സ്കൂളിൻ്റെ ഉടമയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് വന്ദേ മാതരം ജയിക്കാൻ വലിയ പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞത്. പറയിപ്പിക്കുകയാണ് ചെയ്തത്, പറഞ്ഞതല്ല, പറയിപ്പിക്കുകയാണ് ചെയ്തത്. നാവ് പിടിച്ച് വളച്ചൊടിച്ച് പറയിപ്പിക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ തീവ്രവാദികൾ. ഈ സംഭവം ഒരു തുടക്കം മാത്രമായിരിക്കും. ഇനി എല്ലാ തരത്തിലുള്ള ആളുകളും ഇങ്ങനെ പറയാൻ തുടങ്ങും. ഇതുവരെ ഈ യൂട്യൂബിലുള്ള കുറേ പിള്ളേർ മാത്രമാണ് നിനക്ക് വലിയ പോടാ പാകിസ്ഥാനിലേക്ക്. ഇനി കേരളത്തിൻ്റെ അങ്ങേ തലയ്ക്ക് മുതൽ ഇങ്ങേ തലയ്ക്കുള്ള സകല ആൾക്കാരും പറയാൻ തുടങ്ങും. നിങ്ങൾക്കിത് പാടാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമല്ലെങ്കിൽ, ഭാരതമാതാവെന്ന് കേൾക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ, സനാതനധർമ്മത്തെ നിങ്ങൾക്ക് അവഹേളിക്കണം താല്പര്യമുണ്ടെങ്കിൽ ബെറ്റർ പാകിസ്ഥാനിലേക്ക് പോകലായിരിക്കും. ഇത് നിങ്ങളുടെ മണ്ണല്ല. ദിസ് ഈസ് നോട്ട് യുവർ പ്ലേസ് ഇന്ത്യ. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ മണ്ണാണത്. നമസ്കാരം.